സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതി രൂപീകരിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ലഹരി വിരുദ്ധ യോഗത്തിലാണ് തീരുമാനം. എയർപോർട്ട്, റെയിൽവേ, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കും. കൊറിയർ, അന്യസംസ്ഥാന ബസ്സുകൾ എന്നിവയിലും പരിശോധനയുണ്ടാകും. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി. ആദിൽ, ഇപ്പോൾ ലഹരി വ്യാപനത്തിനെതിരെയുള്ള കർമ്മ പദ്ധതിയിൽ വ്യാപകമായ പരിശോധനയിലേക്ക് കൂടി നീങ്ങുകയാണോ? എന്താണ് ആലോചന? എന്താണ് തീരുമാനം? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പം മുൻപാണ് ഈ യോഗം അവസാനിച്ചത്. അതിലാണ് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. കർമ്മ പദ്ധതി, ലഹരി വ്യാപനം തടയുന്നതിനായി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കും. ഇതിനായി സെക്രട്ടറി തല സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. ആരോഗ്യ, കായിക, വിദ്യാഭ്യാസ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിമാരടങ്ങുന്ന, എക്സൈസ് സെക്രട്ടറിമാരടങ്ങുന്ന ഒരു സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതി അടിയന്തരമായി തന്നെ അടുത്ത മാസം തന്നെ, ഏപ്രിൽ മാസത്തിൽ തന്നെ റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് വീണ്ടും കൂടിയാലോചന നടത്തി അത് അംഗീകരിക്കുകയും ഒരു കർമ്മ പദ്ധതി എന്ന രൂപത്തിൽ തന്നെ വിപുലമായ സർക്കാർ ക്യാമ്പയിൻ സംഘടിപ്പിക്കും എന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്, തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കമ്മിറ്റിയിലേക്ക് ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ ഉൾപ്പെടുത്തും. എക്സൈസിൽ നിന്നും പോലീസിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകും. മറ്റൊന്ന്, എൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ് ഈ ലഹരി മരുന്നുകൾ പിടികൂടുന്നതിനുള്ള സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പോലീസ് നായകളെ കൂടുതലായി ഉപയോഗിക്കാനുള്ള തീരുമാനം യോഗത്തിലെടുത്തിട്ടുണ്ട്. എയർപോർട്ട്, റെയിൽവേ, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കും. കൊറിയർ, അന്യസംസ്ഥാന ബസ്സുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ എന്നിവയിലും കൂടുതൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. സെക്രട്ടറി തല സമിതി ഏപ്രിലിനകമാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് പോലീസും എക്സൈസും ചേർന്നുള്ള ഒരു എൻഫോഴ്സ്മെന്റ് സംവിധാനം സർക്കാരിന്റെ ആലോചനയിലുണ്ട്. ഇതെങ്ങനെ നടപ്പാക്കാനാകുമെന്നതും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ഈ റിപ്പോർട്ടായിരിക്കും ഒരു വിപുലമായ ക്യാമ്പയിൻ എന്ന രൂപത്തിൽ തന്നെ സർക്കാർ നടപ്പിലാക്കുക. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.